മുതിർന്ന മാധ്യമപ്രവർത്തകനും ഇടതുപക്ഷ നിരീക്ഷകനുമായ എം ജയചന്ദ്രനിലേക്കാണ് പോകുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ വി.പി. ശ്രീപത്മനാഭൻ പറഞ്ഞു നിർത്തിയ കാര്യം, അതായത് നേരത്തെ അങ്ങുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരു പേഴ്സണൽ അജണ്ടയുടെ പുറത്ത് അല്ല ഇക്കാര്യങ്ങളെല്ലാം ഉയർന്നു വരുന്നത് എന്ന് അങ്ങ് ചൂണ്ടിക്കാട്ടി. പക്ഷേ വളരെ കൃത്യമായ പേഴ്സണൽ അജണ്ട, വ്യക്തിപരമായ അജണ്ട സ്റ്റാലിൻ ഈ വിഷയത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കെജ്രിവാളിനെ ജയിലിലേക്ക് തള്ളിവിട്ട ആ വലിയ അഴിമതി, ആ മദ്യ നയ അഴിമതി, അതുപോലൊന്ന് തമിഴ്നാട്ടിലും സംഭവിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റിന്റെ പരിശോധനയിലൊക്കെ വളരെ കൃത്യമായി അക്കാര്യം ബോധ്യപ്പെടുകയും 1000 കോടി രൂപയുടെ അഴിമതി എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്ത ഒരു കാര്യമാണ് തമിഴ്നാട്ടിലെ അഴിമതി, മദ്യ അഴിമതി. ഇതിൽ നിന്നും രക്ഷ നേടാൻ, അല്ലെങ്കിൽ ഇതിനു വേണ്ട പിന്തുണ, രാഷ്ട്രീയ പിന്തുണ ആർജിച്ചെടുക്കാൻ വേണ്ടി സ്റ്റാലിൻ നടത്തുന്ന ചില ശ്രമങ്ങൾ, ചില നീക്കങ്ങൾ ആയാണ് ഈ ഏറ്റവും ഒടുവിലത്തെ ഈ ഇന്നത്തെ യോഗത്തെ കാണേണ്ടതെന്നാണ് ശ്രീ പത്മനാഭൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങയുടെ മറുപടി. അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എനിക്കത് നിരോധിക്കാനൊന്നും പറ്റില്ലല്ലോ, അത്ര അഭിപ്രായം. ഇപ്പോൾ സ്റ്റാലിനെന്നല്ല, എവിടെ ആര് 1 രൂപയുടെ അഴിമതി കാണിച്ചിട്ടുണ്ടോ അത്തരക്കാരെ അതത് ഗവൺമെൻറ്റുകൾ നടപടി സ്വീകരിക്കണം. പിടികൂടി എന്താണോ നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് അത്തരക്കാർക്കെതിരെ ചെയ്യുകയും വേണം. അതിനോടൊന്നും ഒരു ലെവലേസം, അതിനൊന്നും കൂട്ട് നിൽക്കുന്നയാളോ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർക്ക് അനുകൂല അഭിപ്രായം പറയുന്ന ആളോ അല്ല ഞാൻ എന്നതെങ്കിലും നീലിമയ്ക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അതൊന്നും എൻ്റെ വിഷയമല്ല. സ്റ്റാലിൻ അഴിമതി നടത്തിക്കൊണ്ടാണ് ഡീലിമിറ്റേഷനുമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതൊന്നും ഞാൻ ഈ രാഷ്ട്രീയ അഭിപ്രായം എന്നുള്ളതിൽ കവിഞ്ഞ് ഇപ്പോൾ വി.പി. ശ്രീപത്മനാഭനെ പോലുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്ന അവർ കാര്യങ്ങൾ പഠിച്ച് മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ ഈ അഴിമതി തമിഴ്നാട്ടിൽ നടന്നിട്ടില്ല എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? 1000 കോടിയുടെ ഈ മദ്യ അഴിമതി തമിഴ്നാട്ടിൽ നടന്നിട്ടില്ല എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. അല്ല, ഞാനത് വിശദമായി തന്നെ സംസാരിക്കാൻ തയ്യാറാകുമായിരുന്നു, പ്രൊവൈഡഡ് നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഈ ചർച്ച ഉണ്ട്, തമിഴ്നാട്ടിലെ മദ്യ അഴിമതിയുടെ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. സ്റ്റാലിനുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ച വരുമ്പോൾ സ്റ്റാലിൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൂടി നമ്മുടെ മുന്നിൽ ചർച്ചയ്ക്ക് വരുമല്ലോ, അത് സ്വാഭാവികമായും ചോദിച്ചു പോകില്ലേ? അല്ല, ഞാൻ സ്റ്റാലിൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിട്ട് ഞാനിതിനെ കണ്ടിട്ടേ ഇല്ല. ഈ ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റൊരുപാട് പ്രശ്നങ്ങളുമായി കോയിൻസൈഡ് ചെയ്ത് കിടക്കുന്നതാണ്. ഞാനത് സ്റ്റാലിൻ്റെ പ്രശ്നമോ പിണറായി വിജയൻ്റെ പ്രശ്നമോ ഭഗവന്ത് സിംഗ് മാൻ്റെ പ്രശ്നമോ ആയിട്ട് ഞാൻ ചുരുക്കി കണ്ടിട്ടില്ല. ഞാനിതിനെ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ തന്നെയാണ് ഈ നിമിഷം വരെയും കണ്ടിട്ടുള്ളത്, നാളെ അങ്ങനെ കാണുകയുമുള്ളൂ. അതിൽ അവർ സ്റ്റാലിൻ്റെ പ്രശ്നമായിട്ടൊന്നും ഞാനിതിനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ല എന്നും പറയാൻ ഞാൻ ആളല്ല. അതിൻ്റെ അകത്ത് അഴിമതി ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ ഞാനത് പഠിച്ചിട്ടില്ല. ഞാൻ ആ വിഷയം തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല എന്താണെന്നുള്ളത്. ടാസ്മാഗിനെ കുറിച്ച് അറിയാമെന്നുള്ളതല്ലാതെ അവിടെ ഇങ്ങനെ 1000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുള്ള ഓരോന്നും സത്യമായിട്ടും ഞാൻ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങളൊന്നും അതിൻ്റെ പെരിഫറൽസ് പോലും നോക്കിയിട്ടില്ല. പിന്നല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പറയാൻ കഴിയുക. ഡീലിമിറ്റേഷൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നമാണ് തുടക്കം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി തുടങ്ങുന്ന ആ സമയത്ത് ഭരണഘടന കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ 6 മുതൽ 7.5 ലക്ഷം വരെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഓരോ മണ്ഡലവും ലോക്സഭാ മണ്ഡലങ്ങൾ രൂപീകരിക്കപ്പെടേണ്ടത്. അതന്നത്തെ ഒരു കണക്കായിരുന്നു. ആ കണക്ക് വെച്ചാവുമ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ജനസംഖ്യ ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. 6 വേണ്ട, അല്ല 6 വേണ്ട, 7.5 വെച്ച് കണക്ക് കൂട്ടിക്കോളൂ. ഒരു 1800ഓളം ലോക്സഭാ സീറ്റുകൾ ഉണ്ടാവില്ല ഇന്ത്യയിൽ. അപ്പോൾ അത് കണ്ടിട്ടാണ് പിന്നീട് ഇന്ത്യയുടെ ജനസംഖ്യയുടെ കുതിപ്പ് കണ്ടിട്ടാണ് പിന്നീട് ഭരണഘടനാ ഭേദഗതി തന്നെ കൊണ്ടുവരുന്നത്. പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഈ 7.5 ലക്ഷം എന്നുള്ള പരിഗണനയൊക്കെ മാറി 1800 എന്നുള്ള സംഖ്യ നമ്മൾ മറക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വരുമ്പോൾ ഈ ഡീലിമിറ്റേഷൻ്റെ ആധാരം എന്ന് പറയുന്നത് ജനസംഖ്യ തന്നെയാണ്. അവിടെയാണ് ഡീലിമിറ്റേഷൻ 2026 നടക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷമേ നടക്കുകയുള്ളൂ. ഈ ഡീലിമിറ്റേഷൻ എപ്പോൾ വേണമെങ്കിലും അതിനുശേഷം നടത്തുകയും ചെയ്യാം. അപ്പോൾ അന്നേരം ഒരു പ്രതിഷേധമായിട്ട് ഇറങ്ങുന്നതിനേക്കാളും ഫലപ്രദമാവുക മുൻകൂട്ടി അക്കാര്യത്തിൽ നിലപാടുകൾ പറയുക എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികൾ കാണുന്ന കാര്യം. അതിനകത്ത് ഇന്ത്യ മുന്നണി തകരുമോ എന്നുള്ളതൊക്കെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ഞാൻ അതിൻ്റെ അകത്ത് ഒരു പ്രഡിക്ഷൻ നടത്താൻ തയ്യാറല്ല, അതിൻ്റെ ആവശ്യവുമില്ല. എന്നെ സംബന്ധിച്ചോളം പ്രശ്നം ഡീലിമിറ്റേഷൻ തന്നെയാണ്.
ഡീലിമിറ്റേഷനിൽ കാണുന്ന കാര്യം ജനസംഖ്യ മാത്രമാണ് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അവിടെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സഫററാവും. അങ്ങനെ സഫർ ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് കേരളത്തിന് സീറ്റ് കുറയും എന്ന് പറയുന്നത്? ജനസംഖ്യയാണ് അടിസ്ഥാനം. ജനസംഖ്യ അടിസ്ഥാനമാക്കുമ്പോഴേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ സീറ്റ് കൂടും, കേരളത്തിന് കുറയാം. അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു സമവായം, കൺസെൻസസ് ഉണ്ടാക്കുക? അതിനാണ് ഡയലോഗ് വേണ്ടത്. ആ കൺസെൻസസിൽ എന്തൊക്കെയാണ് ഘടകങ്ങളായി വരേണ്ടത്? ഈ ജനസംഖ്യ മാത്രം മതിയോ ഒരു സംസ്ഥാനത്തിൻ്റെ ഡീലിമിറ്റേഷനെ ആധാരമാക്കുന്ന ഘടകങ്ങൾ? അത് പോരാ എന്നുള്ളതാണ് പൊതുവെ വരുന്ന വാദഗതികൾ. അത് ഈ പറയുന്ന സ്റ്റാലിനോ പിണറായി വിജയനോ അല്ലെങ്കിൽ ഭഗവത് സിംഗ് മാനോ മാത്രമല്ല അത്തരം കാര്യങ്ങൾ, തെലങ്കാന മുഖ്യമന്ത്രിയോ മാത്രമല്ല അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവർ. പൊതുവിൽ രാജ്യത്ത് അത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ആ ചർച്ചകളിൽ പൊതുവെ എല്ലാവരും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമാണ് ഡീലിമിറ്റേഷന് ജനസംഖ്യ മാത്രം മാനദണ്ഡമാക്കുന്ന ആ നയം മാറേണ്ട കാലം കഴിഞ്ഞു. കാരണം മുൻകാല കേന്ദ്ര സർക്കാരുകളുടെ നിർദ്ദേശങ്ങളുടെ മലപ്പുറത്ത് ഇതുപോലെ മണ്ഡല പുനർനിർണയം ഉണ്ടായപ്പോൾ 4 സീറ്റുകൾ അധികം വന്ന് 16 സീറ്റുകളിലേക്ക് ഉയർന്നല്ലോ. അപ്പോൾ ഒരു എതിർ ശബ്ദവും അവിടെ നിന്ന് ഉയർന്നിരുന്നില്ലല്ലോ. മലപ്പുറത്ത് ഈ മണ്ഡല പുനർനിർണയത്തിന്റെ ഭാഗമായി ജനസംഖ്യ മാത്രം അടിസ്ഥാനമാക്കി അവിടെ കണക്കെടുത്തപ്പോൾ 16 മണ്ഡലങ്ങളായി ഉയർന്നില്ലേ മലപ്പുറത്ത്? അപ്പോൾ ഒരു എതിർ ശബ്ദവും എവിടെ നിന്നും ഉയർന്നു കേട്ടിട്ടില്ല. അല്ല, ഇത് കേവലമായ പാർട്ടി പൊളിറ്റിക്സ് ഇൻട്രസ്റ്റിൽ നിന്ന് സംസാരിക്കേണ്ട വിഷയമല്ല. നിങ്ങൾ അതാണ് ചെയ്യുന്നത്. മലപ്പുറത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 4 സീറ്റ് കൂടിയ പാർട്ടി എതിർത്തിലാകുന്ന വെറും പക്ക പെറ്റി പാർട്ടി വലിയ വിപുലമായ യോഗത്തിൽ നടന്നത് മുഴുവൻ ബി.ജെ.പിക്ക് എതിരായ വിമർശനങ്ങളായിരുന്നു, കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളായിരുന്നു. അപ്പോൾ അവിടെ രാഷ്ട്രീയം പറയാമെങ്കിൽ ഈ ചർച്ചയിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ അത് പോകേണ്ടത്? യഥാർത്ഥത്തിൽ ഇതിന് വലിയൊരു തലമുണ്ട്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ പൊളിറ്റിക്കലായ ഒരു പ്രശ്നം അവിടെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഉയരുമ്പോൾ രാഷ്ട്രീയമായി തന്നെയാണ് ബി.ജെ.പി അതിനെയും പ്രതിരോധിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ ചർച്ചയല്ലേ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്? അതിനൊരു രാഷ്ട്രീയ പ്രവർത്തകനെ കൊണ്ടേ പറ്റൂ. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കാർഡ് ഹോൾഡർ അല്ല ഞാൻ. എനിക്കത് കഴിയില്ല. രാഷ്ട്രീയ പ്രവർത്തനം അല്ലാത്ത എനിക്ക് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന രീതിയിൽ വർത്തമാനം പറയാനും അറിയില്ല. ഇനി അറിയാമെങ്കിൽ തന്നെ ഞാനത് പറയുകയുമില്ല. എൻ്റെ പണി അതല്ല. എൻ്റെ പണി മാധ്യമ പ്രവർത്തനമാണ്. ഞാൻ ആ രൂപത്തിലെ കാര്യങ്ങൾ കാണാറുള്ളൂ, ഇടപെടാറുള്ളൂ, സംസാരിക്കാറുള്ളൂ, എഴുതാറുള്ളൂ. അതങ്ങനെയാണ് ചെയ്തു പോരുന്നത്. രാഷ്ട്രീയ പ്രവർത്തകൻ്റെ രൂപത്തിൽ മറുപടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഐ എം വെരി മച്ച് സോറി എന്നല്ലേ എനിക്ക് പറയാൻ കഴിയൂ. ഞാൻ അങ്ങനെ ഒരാളേ അല്ല. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നോക്കിയാൽ അവിടെ ഉയർന്ന രാഷ്ട്രീയ വിമർശനങ്ങളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയമായിട്ട് നീലിമ പ്രശ്നം ഇതാണേ. നമ്മളെല്ലാ കാര്യത്തിലും അല്ല, ഞാൻ ചോദിക്കുന്നത് മലപ്പുറത്ത് 16 സീറ്റിലേക്ക് മണ്ഡല പുനർനിർണയത്തിന്റെ ഭാഗമായി അവിടെ 16 സീറ്റ് കൂടുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള അപശബ്ദവും ആരിൽ നിന്നും ഉയരുന്നില്ല. ഇതിപ്പോൾ എപ്പോഴോ സംഭവിക്കാൻ പോകുന്ന ചില പ്രക്രിയകളുടെ പേരിൽ ഇപ്പോഴേ ഇത്തരത്തിൽ വലിയ കോലാഹലം സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്.